നമസ്തേ. ഇന്നു നമുക്ക് വേറൊരു കഥ കേൾക്കാം. അതായത് ഗരുഡൻ നാഗങ്ങളെ ഭക്ഷിക്കാതെയായതിന് ജീമൂതവാഹനൻ ഒരു കാരണമായി അത്രേ. ആരാണ് ഈ ജീമൂതവാഹനൻ? ജീമൂതവാഹനൻ്റെ അച്ഛൻ ജീമൂതകേതു സ്വന്തം ഉദ്യാനത്തിലുള്ള കൽപ്പവൃക്ഷത്തോട് അപേക്ഷിച്ചതു പ്രകാരം അദ്ദേഹത്തിനു ലഭിച്ച പുത്രനാണ് ജീമൂതവാഹനൻ. ഈ കൽപ്പവൃക്ഷത്തിൻ്റെ മഹാത്മ്യം ശ്രവിച്ച ജീമൂതവാഹനൻ ഒരിക്കൽ കൽപ്പവൃക്ഷത്തോട് ഭൂമിയിൽ ആർക്കും ദുഃഖമുണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, അതിനുവേണ്ടി അല്ലയോ കൽപ്പവൃക്ഷമേ, നിന്നെ ഞാൻ ഭൂലോകർക്ക് പ്രദാനം ചെയ്യുന്നു എന്ന്. കൽപ്പവൃക്ഷം ജീമൂതവാഹനൻ്റെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ഭൂമിയിൽ കനകം വർഷിച്ച് സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. പിന്നീട് ജീമൂതകേതുവും കുടുംബവും മലയപർവ്വതത്തിൽ പോയി താമസം തുടങ്ങി. അവിടെ വെച്ച് ജീമൂതവാഹനൻ വിശ്വാവസുവിൻ്റെ പുത്രിയായ മലയവതി എന്ന സുന്ദരിയെ വിവാഹം ചെയ്യുകയും അങ്ങനെ കഴിയുന്ന കാലത്ത് ഒരിക്കൽ മലയവതിയുടെ സഹോദരൻ മിത്രാവസുവിനോടുകൂടി സഞ്ചരിക്കുമ്പോൾ ഒരു കാട്ടിൽ കുറേ അസ്ഥി കഷ്ണങ്ങൾ കിടക്കുന്നത് കണ്ട് മിത്രാവസുവിനോട് കാര്യം അന്വേഷിച്ചു. അപ്പോൾ മിത്രാവസു പറഞ്ഞു, പണ്ട് നാഗമാതാവായ കദ്രു ഗരുഡമാതാവായ വിനതയെ വ്യാജമായ ഒരു കരാറുകൊണ്ട് തൻ്റെ ദാസിയാക്കിയെന്നും ഗരുഡൻ അമ്മയെ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിച്ച ശേഷം കദ്രുവിൻ്റെ മക്കളായ നാഗങ്ങളെ ഭക്ഷിക്കുവാൻ തുടങ്ങിയെന്നും പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ നാഗരാജാവായ വാസുകി പറഞ്ഞ പ്രകാരം ഗരുഡൻ ദിവസവും ഒരു നാഗത്തെ ഭക്ഷിക്കാം എന്ന് സമ്മതിച്ചു. അങ്ങനെ വാസുകി അയക്കുന്ന നാഗങ്ങളെ ഗരുഡൻ ഇവിടെ വെച്ചാണ് ഭക്ഷിക്കാറുള്ളത് അത്രേ. ഇതു കേട്ടപ്പോൾ ജീമൂതവാഹനന് നാഗങ്ങളിൽ അലിവ് തോന്നി. തൻ്റെ ശരീരം കൊടുത്ത് ഒരു നാഗത്തെയെങ്കിലും രക്ഷിക്കണമെന്ന് ഉറച്ചു. അങ്ങനെ ഗരുഡൻ ശംഖചൂടൻ എന്ന നാഗത്തിനെ ഭക്ഷിക്കാൻ വന്നപ്പോൾ അതേ ദിക്കിൽ ഒരു ശിലയിൽ ജീമൂതവാഹനൻ കിടന്നു. ഗരുഡൻ നാഗമാണെന്ന് കരുതി ജീമൂതവാഹനെ കൊത്തിയെടുത്ത് മലയപർവ്വതത്തിൻ്റെ മുകളിൽ ചെന്നിരുന്നു. ജീമൂതവാഹനെ കൊത്തുവാൻ തുടങ്ങി. പക്ഷെ തൻ്റെ കൊത്തുകളേറ്റിട്ടും സന്തോഷിക്കുന്നവൻ ആരാണെന്ന് ഗരുഡൻ നോക്കി. ഇതൊരു നാഗമല്ല, ഗന്ധർവന്മാരാണോ? ഗരുഡൻ ചിന്തിച്ചു. ഈ സമയം ശംഖചൂടനും മലയവതിയും ഓടി അവിടെ എത്തി കരയുവാൻ തുടങ്ങി. അപ്പോഴാണ് ഗരുഡന് മനസ്സിലായത്, കൽപ്പവൃക്ഷത്തെ ദാനം ചെയ്ത ജീമൂതവാഹനെയാണ് താൻ കൊത്തിയത് എന്ന്. അപ്പോഴേക്കും ജീമൂതവാഹനൻ മരിച്ചിരുന്നു. ഇത് കണ്ട് മലയവതി ഭഗവതിയെ വിളിച്ച് കരയുവാൻ തുടങ്ങി. അമ്മേ ജഗദംബികെ, അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചതല്ലേ? എൻ്റെ ഭർത്താവ് ഒരു കാലത്ത് വിദ്യാധര ചക്രവർത്തിയായി തീരുമെന്ന്. എന്താണ് അവിടുത്തെ ആ അനുഗ്രഹം മിഥ്യയായോ എന്ന് വിലപിക്കുവാൻ തുടങ്ങി. ഉടനെ ഭഗവതി അമൃതവർഷം കൊണ്ട് ജീമൂതവാഹനെ ജീവിപ്പിച്ചു. എന്നിട്ട് വിദ്യാധര ചക്രവർത്തിയായി അഭിഷേകം ചെയ്യുകയും മറയുകയും ചെയ്തു. സന്തുഷ്ടനായ ഗരുഡൻ ജീമൂതവാഹനോട് എന്തെങ്കിലും വരം ആവശ്യപ്പെടുവാൻ പറഞ്ഞു. അപ്പോൾ ജീമൂതവാഹനൻ പറഞ്ഞു, അങ്ങ് ഇനിമേൽ നാഗങ്ങളെ ഭക്ഷിക്കരുത്. ഇതുവരെ അങ്ങ് ഭക്ഷിച്ച നാഗങ്ങളെല്ലാം പുനർജീവിക്കുകയും വേണം. ഗരുഡൻ അങ്ങനെ തന്നെ അനുഗ്രഹിച്ചു. ഈ സമയം ദേവന്മാരും മഹർഷിമാരും സന്തോഷത്താൽ ജീമൂതവാഹനെ പുഷ്പവൃഷ്ടി ചെയ്ത് ആശീർവദിച്ചു. ഇതാണ് കഥ. നമസ്തേ. നമസ്തേ.